അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എടാ, അബ്രഹാമിന് ദൈവം ഉണ്ടായിരുന്നു, യാക്കോബിന് ദൈവം ഉണ്ടായിരുന്നു, ഇസഹാക്കിന് ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കെന്താ ഗുണം എന്ന് ചോദിക്കുന്നവർക്ക് ഒരു പ്രത്യേക സ്വാഗതം, ചോദിക്കാത്തവർക്കും പ്രത്യേകമായ സ്വാഗതം. എൻ്റെ ചെറുപ്പത്തില്, ഇപ്പോഴും ചെറുപ്പമാണ്, വാർദ്ധക്യം നന്നേ പിടിച്ചിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഞാൻ. പക്ഷെ വാർദ്ധക്യം പിടിക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറുപ്പമുണ്ട്. അന്തക്കാലത്ത് എനിക്ക് അല്പം ദേഷ്യം അനുഭവിക്കത്തക്കവണ്ണം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ് ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. കാരണം ഈ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും എനിക്ക് പുലബന്ധം പോലും അവരങ്ങ് ദൂരെ, ഭൂമിശാസ്ത്രപരമായ ദൂരം മാത്രമല്ല, സമയത്തിന്റെ ദൂരം. എത്രയോ 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 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനിച്ച് നമ്മളോ നമ്മുടെ പൂർവികന്മാരോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, അവർ വസിച്ച കാര്യങ്ങളെ പറ്റി നമുക്ക് വലിയ വിവരമൊന്നുമില്ലാത്ത അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെയുള്ള അവർക്ക് ദൈവം ഉണ്ടായിരുന്നു, അല്ല ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് 3 ദൈവങ്ങളായിരുന്നു. അത്ര വിവരമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇന്നും വിവരം അധികം കൂടിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഈ അബ്രഹാമിന്റെ പിതാവിനെ ഞാനെന്തിനാ ഇത്ര ഗവനിക്കുന്നത് എന്ന് ഒരു 12, 13, 14 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട്, അന്നൊക്കെ എനിക്ക് യുക്തിവാദ ചിന്ത കൊണ്ട് നടക്കുന്ന യുക്തിവാദ ചിന്ത കച്ചവടക്കാരോട് അല്പം അടുപ്പം ഉണ്ടായിരുന്നു. പിൽക്കാലത്താണ് അവരുടെ പരിമിതിയും പൊള്ളത്തരവും ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മുടെ മൊണ്ണവിശ്വാസികളെക്കാൾ ഒരു പക്ഷേ പരിതാപകരമാണ് അവരുടെ അവസ്ഥയെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അവരുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള യുക്തി ഇല്ലാത്തവർക്ക് മാത്രമേ യുക്തിവാദികളായി ഇങ്ങനെ മാറി വിരിച്ച് നടക്കാൻ സാധ്യമാകുകയുള്ളൂ. അതൊരു മറ്റൊരു വിഷയമാണ്. തൽക്കാലം നാം അതിനെപ്പറ്റി തല പോകഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഞാനെന്താ എനിക്കെന്താ കാര്യം? പൊന്നിൽക്കുന്നവർക്ക് പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്ന് പറഞ്ഞത് പോലെ അബ്രഹാമിന് ദൈവം ഉണ്ടായിരുന്നു, ഇസഹാക്കിന് ദൈവം ഉണ്ടായിരുന്നു, യാക്കോബിന് ദൈവം ഉണ്ടായിരുന്നു. എനിക്ക് ഈ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. പിന്നെ ഈ ദൈവത്തെ പറ്റി ഞാൻ എന്തിനാണ് അറിയുന്നതെന്നൊക്കെ വിചാരിച്ചാൽ കുറെ നാളെ മറുതലിച്ചാർന്ന്, കുറഞ്ഞ ഒരു 4-5 വർഷമെങ്കിലും തികച്ചും മറുതലിച്ചാർന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. പ്രത്യേകിച്ച് അബ്രഹാമിനെ വീണ്ടും വീണ്ടും പുതിയ നിയമത്തിൽ പോലും അവതരിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനാണ്. അപ്പോഴും ആ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴും പ്രത്യേകിച്ച് പലരും ഉച്ചത്തിൽ അബ്രഹാമിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അല്പം എന്താ ഇവർക്ക് എന്താ സമത തെറ്റിപ്പോയോ എന്ന് ഒരു ചെറിയ ചിന്ത. ഞാൻ ആരോടും പറയുമായിരുന്നില്ല, ഞാൻ പ്രതിഷേധം ഉയർത്തുമായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഈ വീടിന്റെ ഭിത്തിയിൽ എവിടെയോ പല്ലിയിരിക്കുന്നത് പോലെ അത് വല്ലപ്പോഴും ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അതുപോലെ പല്ലിയുടെ ചിലച്ചിൽ പോലെ മാത്രം എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒതുങ്ങിയിരുന്ന ഒരു സംശയത്തിന്റെ പല്ലിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇപ്പോഴെങ്ങനെയാണ് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ദൈവത്തെ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുന്നത്? അതും പോരാഞ്ഞ അബ്രഹാം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവാണെന്നും പറയുന്നു. ഇതിന് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അർത്ഥവത്തായി മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നത് മാത്രമാണ് ഈ ലഘുവായ ഹ്രസ്വമായ വീഡിയോയുടെ ഏക കേന്ദ്ര ബിന്ദു ചിന്ത. ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മോടൊരു ചോദ്യം ചോദിക്കാം. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്താണ്? എൻ്റെ മക്കൾ ആരെങ്കിലും ദൈവത്തെ എൻ്റെ ദൈവമായി തിരിച്ചറിയുമോ? വത്സന്റെ ദൈവം എന്ന് എൻ്റെ മക്കൾ പറയുന്നൊരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കാരണം ഇതെനിക്ക് അറിയാൻ വയ്യായിരുന്നു എന്നതുകൊണ്ട്. സഭകളിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള താരിഫും പരിശീലനവും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ അല്പം ശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പരിമിതി എന്താണെന്ന് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ എനിക്കിടയായിട്ടുള്ളത്. ഞാൻ അവതരിപ്പിക്കുന്ന ഓരോ ആശയങ്ങളും, ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അനുഭവത്തിൽ കൂടെ മാത്രം എൻ്റെ ബോധതലങ്ങളിൽ വന്ന് ശക്തിയായി മുട്ടിയ കാര്യങ്ങൾ മാത്രമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഇത് ദൂരദേശത്ത് നിന്ന് ഇവിടെ വന്നിറങ്ങിയ അല്ലെങ്കിൽ നൂലിൽ കെട്ടിയിറക്കിയ കാര്യങ്ങളൊന്നുമല്ല. ഇത് അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് അവയെ അവഗണിക്കാൻ വയ്യ. അവഗണിക്കുന്നത് നമുക്ക് നന്മ ചെയ്യുന്നതല്ല എന്ന ഒരു പക്ഷം, ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ പിതാവായ ദൈവമെന്ന് അവൻ്റെ പിൽക്കാലത്തുള്ള തലമുറകൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ മകനായ ഇസഹാക്ക് ജീവിച്ച വിധത്തിൽ കൂടെ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ് ഇസഹാക്കിൻ്റെ ദൈവമെന്ന് തിരിച്ചറിയുന്നു. അവരാരും ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു നടന്നതായിട്ട് നാം കാണുന്നില്ല. അധരം കൊണ്ട് അപ്രകാരം ഒരു അവകാശം ഉന്നയിച്ചതായി നാം വേദപുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ അവർ അപ്രകാരം ജീവിച്ചു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിത ദർശനത്തെയും പ്രവർത്തന സ്വഭാവത്തെയും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെ രൂപീകരിക്കുന്ന അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന മർമ്മത്തെയും ജീവിതത്തിൻ്റെ പൊതുവായ ദർശനത്തെയും ഒക്കെ അനുഭവിച്ചപ്പോൾ അവന് വ്യക്തമായി യാതൊരു സംശയത്തിനും ഇടമില്ലാതെ തോന്നിയ ഒരു കാര്യമാണ്, എൻ്റെ അപ്പനെ ഇപ്രകാരം വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അപ്പനെ പോലെയെങ്കിലും യാഥാർത്ഥ്യമാണ് ആ ദൈവം. ആ ദൈവം ഇല്ല എങ്കിൽ എൻ്റെ അപ്പനുമില്ല. അത്രമാത്രം എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തോടുള്ള ബന്ധവും അനുസരണവും കടമയും എപ്പോഴും ക്രിയ ചെയ്യുന്നു. അതിന് യാതൊരു അതിരും കൽപ്പിക്കാതെയാണ് എൻ്റെ അപ്പൻ അവൻ്റെ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നത്. തൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് മധ്യത്തിൽ വിലങ്ങ് തടിയായി ഒന്നും വരുവാൻ എൻ്റെ അപ്പൻ സമ്മതിക്കയില്ല. എൻ്റെ അപ്പൻ്റെ ജീവൻ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ച് തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ അപ്പൻ്റേത്. അതുകൊണ്ട് എൻ്റെ അപ്പനെ ഞാൻ അറിയുമ്പോൾ അനിവാര്യമായി ആ അറിവിൽ കൂടെ ഞാൻ ദൈവത്തെയും അറിയുന്നു. അതാണ് അബ്രഹാമിൻ്റെ ദൈവം എന്ന ആശയത്തിൽ കൂടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഇത് കുറഞ്ഞ പക്ഷെ 6 നൂറ്റാണ്ട് എനിക്കറിയാൻ വയ്യായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാവുന്നത് കൊണ്ടും ആ അറിവ് എനിക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ് നിങ്ങളുമായി പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനം ചെയ്യും എന്ന പ്രതീക്ഷ എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അബ്രഹാമിൻ്റെ ദൈവം എന്ന് തിരിച്ചറിയുന്നത് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കാണ്. കാരണം എന്താണ്? തൻ്റെ പിതാവ് തൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും ചുവടുവയ്പ്പുകളും തൻ്റെ പിതാവ് അനുഷ്ഠിക്കുന്ന ജീവിത അച്ചടക്കത്തിൻ്റെ പൊരുള്, അവൻ്റെ ആകമാനമായ കാഴ്ചപ്പാട്, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത, അതിലടങ്ങിയിരിക്കുന്ന വീര്യം, പവർ, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ അതിൽ അമാനുഷികമായ ഒരു വലിയ യാഥാർത്ഥ്യം. ഇപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് അങ്ങ് ദൂരെ സൂര്യൻ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം പോലെ ഈ ഭൂമിയിൽ
നാനാമുഖമായ ജീവിക്കുന്ന പ്രതിഭാസങ്ങളുള്ളത് അങ്ങ് അകലെയുള്ള സൂര്യന്റെ തെളിവാണ് എന്നതുപോലെ തന്നെ എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ വ്യക്തിത്വത്തെയും ജീവിത രീതിയെയും കാഴ്ചപ്പാടിനെ പരിഗണിക്കുമ്പോൾ അതെനിക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ പോലും അതിൻ്റെ എല്ലാം പുറകിൽ വർത്തിക്കുന്ന ദൈവം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ പിതാവിനെ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ എൻ്റെ പിതാവിനെ ഇപ്രകാരമുള്ളൊരു വ്യക്തിത്വത്തിലാകുവാൻ സഹായിക്കുന്ന ആ വ്യക്തിത്വത്തിൻ്റെ പുറകിൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത വിധത്തിലാണെങ്കിൽ പോലും ഒരു ദൈവ സങ്കല്പമല്ല, ഒരു ദൈവ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനെ മാറ്റിവെച്ചിട്ട് എനിക്ക് എൻ്റെ പിതാവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് അബ്രഹാമിൻ്റെ ദൈവം എന്ന ഈ ഒരു ടൈറ്റിൽ കൊണ്ട്, പദവി കൊണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കും. അങ്ങനെ മാത്രമേ ദൈവത്തെ സാക്ഷീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടോ, കുർബാന നീട്ടി ചൊല്ലിയത് കൊണ്ടോ, ചില ശുദ്ധ വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പാവാട പോലെ വസ്ത്രം ഇട്ട് ധരിച്ചത് കൊണ്ടോ, 10 കുറിയൽ ഐസേനോ ബാറയ്ക്ക് മോറോനോ അടിച്ചത് കൊണ്ടോ, ധൂപക്കുറ്റി തെളിച്ചത് കൊണ്ടോ, കൈകൾ വിറപ്പിച്ചത് കൊണ്ടോ, മണി അടിച്ചത് കൊണ്ടോ, കുന്തിരുക്കം പുകച്ചത് കൊണ്ടോ ഒരു കാര്യവും നടക്കുന്നില്ല. ഇതാണ് എൻ്റെ പച്ച പരമാർത്ഥം എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഇതിനോടനുബന്ധമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അന്ന് അബ്രഹാമിനും അവൻ്റെ മകനായ ഇസഹാക്കിനും അല്ല അബ്രഹാമിൻ്റെ കുടുംബത്തിനാകമാനം ഉണ്ടായിരുന്നൊരു വലിയ അനുഗ്രഹം അവർക്ക് പള്ളിയില്ലായിരുന്നു എന്നത് തന്നെയാണ്. അവർക്കൊരു പള്ളിയും പട്ടക്കാരും പള്ളിയുടെ പാരമ്പര്യവും ഇതിനെയൊക്കെ നിലനിർത്തുന്ന പണക്കൊഴുപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തെ അബ്രഹാമിൻ്റെ ദൈവവുമായി അറിയുവാനുള്ള ഭാഗ്യം മകനായ ഇസഹാക്കിന് ഉണ്ടാകുമായിരുന്നില്ല. ഇസഹാക്ക് പിന്നെ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? പള്ളിയിലിരിക്കുന്ന ദൈവമെന്നാണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും വരുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാം? നമുക്ക് ദൈവമില്ല, നമുക്കൊരു കാലത്ത് ദൈവം ഉണ്ടായിരുന്നില്ല, പിന്നെ പള്ളിയിൽ എവിടെ ഒരു ദൈവം ഇരിപ്പുണ്ട്, അതിൻ്റെ കുത്തക പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കുമാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊരു വലിയ അപകടമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാമിനൊരു പള്ളിയും പട്ടക്കാരനും പാരമ്പര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ തലമുറ നശിച്ചു പോകുമായിരുന്നു. ഇതെൻ്റെ യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്? ഇത് വിശ്വാസി മനസ്സിലാക്കണം. നാം ഒരു കെട്ടിടമുണ്ടാക്കി അതിനെ പള്ളി എന്നൊക്കെ വിളിച്ച് അവിടെ ദൈവത്തെ കൊണ്ട് കുടിയിരുത്തിയിരിക്കുകയാണ് ഒരു ബിംബം എന്ന നിലയിൽ. വാസ്തവത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്ന മർമ്മം ബിംബാരാധന മാത്രമാണ്. ആ 4 ഭിത്തിക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഏടുകളിൽ നമ്മുടെ മേൽ ആധിപത്യം പ്രാപിച്ച് ദൈവികമായ വഴിയിൽ നാം ജീവിക്കുവാനും നടക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള പ്രേരണയായി നമുക്ക് ദൈവത്തെ നമ്മുടെ മജ്ജയിലും മാംസത്തിലും അറിയുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യം, നാം ദൈവത്തെ ജീവിതത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് പള്ളിയുടെ 4 ഭിത്തിക്കുള്ളിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ബിംബമാക്കി അപമാനിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു ശാപം അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ ഉണ്ടായിരുന്നുവെങ്കിൽ ആരും ഒരിക്കലും അബ്രഹാമിന്റെ ദൈവമെന്നോ ഇസഹാക്കിന്റെ ദൈവമെന്നോ യാക്കോബിന്റെ ദൈവമെന്നോ പറയുമായിരുന്നില്ല. എന്ന് മാത്രവുമല്ല, ലോക ചരിത്രത്തിൽ യഹൂദന്റെയും അതിനുശേഷമുള്ള ക്രിസ്ത്യാനിയുടെയും അവസ്ഥ നാം ഇപ്പോൾ അറിയുന്നതിൽ നിന്ന് വളരെ വളരെ ആയിരിക്കും, സംശയമില്ല. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് അല്പം പോലും രോഷം അനുഭവിക്കുന്നില്ല.
അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ അതിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥത്തെയും അതിൽ കൂടെ ഉടലെടുക്കുന്ന സന്തോഷത്തെയും ഞാൻ അറിയുന്നത് അങ്ങ് ദൂരെ വസിച്ച കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് വസിച്ച അബ്രഹാമിൻ്റെയോ ഇസഹാക്കിൻ്റെയോ യാക്കോബിൻ്റെയോ പിതാവായിട്ട് മാത്രമല്ല, ദൈവമായിട്ട് മാത്രമല്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പുലർത്തേണ്ട ബന്ധവും അതിൽ അടങ്ങിയിരിക്കേണ്ട അച്ചടക്കവും എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വെല്ലുവിളിയായിട്ടാണ്, അല്ല വേണ്ട, ഒരു ആഹ്വാനമായിട്ടാണ്, ഒരു ഇൻവിറ്റേഷനായിട്ടാണ് അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന സംജ്ഞ ഞാനിപ്പോൾ മനസ്സിലാക്കാം. പക്ഷെ ഇത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും സമയം വൈകിപ്പോയി, അവസരങ്ങൾ കൈവിട്ടു പോയി എന്നതും ഞാൻ സമ്മതിക്കുകയാണ്, മുട്ടുമേൽ നിന്ന് സമ്മതിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരു 50 വർഷത്തിന് മുൻപ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിധത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുമായിരുന്നു. സംശയമില്ല. അത് അവര് എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ അപ്പൻ്റെ ദൈവം എന്ന തിരിച്ചറിവിൽ ദൈവത്തെ അറിയുവാനും അനുഭവിപ്പാനുമുള്ള ഒരു വലിയ സംഭാവന അവർക്ക് നൽകുവാൻ എനിക്ക് ഒരു പക്ഷേ കഴിയുമായിരുന്നേനെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ പോയതിൽ ഞാനിന്ന് ആത്മാർത്ഥമായി ദുഃഖിക്കുന്നു, സങ്കടപ്പെടുന്നു എന്നുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി ദയവായി നിങ്ങൾ കൂടുതലായി നാം വെച്ചു പുലർത്തിയിരിക്കുന്ന ധാരണകളെ അല്പം അതിജീവിച്ചുകൊണ്ട് തുറന്ന മനസ്സാലെ ചിന്തിക്കണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അന്വേഷണ ബുദ്ധിയോടെ ചിന്തിക്കണമെന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.